പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മോർണിംഗ് ലൈവ് പ്രെയറിലേക്ക് നിങ്ങളെ ഏവരെയും ക്രിസ്തുവിൽ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതിശക്തമേറിയ ദൈവകൃപ കൊണ്ടും ദൈവിക മഹത്വം കൊണ്ടും ഒരു മഹത്വകരമാകുന്ന ദിവസവും ദൈവം നിങ്ങൾക്ക് നൽകി തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ നിങ്ങളെ ഓർക്കുന്നു. നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മുടെ ദൈവം ഒരു വിഷയത്തിൽ കയറി ഇടപെട്ടാൽ ആ വിഷയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ അതിമഹത്വകരമായ രീതിയിൽ എൻ്റെ ദൈവത്തിന് നിങ്ങളെ ആ വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പറ്റും. ഉദാഹരണം, പൗലോസും ശീലാസും കാരാഗൃഹത്തിലേക്ക് കടന്നുപോയി. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവരുടെ കൈകാലുകൾ ആമച്ചിലായിരുന്നു. ഒരു തരത്തിലും മാനുഷികമായി ആ കാരാഗൃഹത്തിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ സാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിൻ്റെ നടുവിൽ അവർ വിഷയത്തെ നോക്കി എന്നല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവർ പ്രതികൂലത്തെ നോക്കി എന്നല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവർ ബന്ധനത്തെ നോക്കിയുമെന്നല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അതിൻ്റെ നടുവിൽ അവർ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ആമേൻ. ഭയങ്കര പവർഫുൾ ആയ വേർഡാണല്ലേ. ഇന്ന് ഈ രാവിലെ ഈ ലൈവ് ശുശ്രൂഷകളിൽ, വിടുതലിൻ ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോടുള്ള പ്രവചന ശബ്ദവും ഇത് തന്നെയാണ്. വിഷയങ്ങളെ നോക്കരുത്. ആമേൻ. കാരണം നമുക്കൊരു ദൈവമുണ്ട്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ഞെട്ടിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നുന്ന 2-ാം അധ്യായത്തിലാണ് പറയുന്നുണ്ട്. മുമ്പേ നിങ്ങൾ ദൈവമില്ലാത്തവരായിരുന്നു. ആമേൻ. ഒന്ന് ചിന്തിച്ചേ, ദൈവമില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ട് ബന്ധമില്ലാത്തൊരവസ്ഥ. എന്നാൽ ക്രിസ്തു മുഖാന്തരം നമ്മൾക്ക് എന്താ പറയുക, ആക്സസ് കിട്ടുവാനിടയായി തീർന്നു. ഇന്ന് ഏതു വിഷയം നിങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിലും അതിന് മറുപടി എന്ന് പറയുന്നത് ആ വിഷയത്തിൻ്റെ നടുവിൽ നിനക്ക് ദൈവകരം കാണാൻ പറ്റും. ദൈവം നിന്നോട് കൂടെയുള്ളത് അനുഭവിക്കുവാനും പറ്റും. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഈ ലൈവിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ എന്നെ ഏൽപ്പിച്ച ശക്തമേറിയ ഒരു സന്ദേശം ഇതാണ്. ദൈവത്തിൻ്റെ കൈറോസ് ടൈമുകളെ തിരിച്ചറിയുക. ആമേൻ. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ദൈവമെല്ലാം ദൈവത്തിൻ്റെ സമയത്ത് ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ സമയം നമ്മൾ ചിന്തിച്ച സമയത്ത് വരണമെന്നില്ല. ആമേൻ. നമ്മൾ ചിന്തിച്ച സ്ഥലത്തും അത് വെളിപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾക്ക് ഈ ആശയക്കുഴപ്പം വരുന്നത്. ആമേൻ. ഞാൻ ചിന്തിച്ച സ്ഥലത്തും സമയത്തും ദൈവം പ്രവർത്തിക്കണമെന്ന് വാശി പിടിച്ചാൽ ഒരുപക്ഷെ ദൈവപ്രവൃത്തി കാണാൻ പറ്റുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ടൈം ഏറ്റവും ബെസ്റ്റായ ടൈമാണ്. ഞാൻ ഇന്നലെ നമ്മുടെ വിടുതലിൻ ശുശ്രൂഷകളിൽ വൈകുന്നേരത്തെ മീറ്റിംഗിൽ ഞാൻ പറയുവാനിടയായി തീർന്നു. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ നഷ്ടപ്പെട്ട കാലങ്ങളെയും സമയങ്ങളെയും തിരിച്ചു തരാൻ പറ്റും. ആമേൻ. ദൈവിക ടൈം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയ ടൈമാണ്. അതിന് കൊടുത്തിരിക്കുന്ന ഒരു പദം കൈറോസ് ആണ്. നമുക്കറിയാം, 2 പദങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. ഒന്ന് ക്രോണോസ്, 2 കൈറോസ്. ക്രോണോസ് എന്ന് പറയുന്നത് ക്രോണോളജിക്കൽ ടൈം. നമ്മൾ വാച്ച് നോക്കും, നമ്മൾ കാലങ്ങൾ പറയും, വർഷങ്ങൾ പറയും. അത് മനുഷ്യനോടനുബന്ധിച്ചുള്ള ടൈമാണ്. എന്നാൽ ദൈവത്തോടനുബന്ധിച്ചുള്ള ടൈമിൽ ഒരു വ്യക്തി റൈറ്റായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, ദൈവം കൽപ്പിച്ചാക്കിയ സ്ഥലത്ത്, ആമേൻ, ദൈവം പറഞ്ഞ സ്ഥലത്ത്
സമയത്ത് നിനക്ക് ചലിക്കാൻ പറ്റിയാൽ അത് നിന്റെ ജീവിതത്തിൻ്റെ മേൽ ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റും, വലിയ ചരിത്രമായി നിന്നെ മാറ്റത്തക്ക രീതിയിൽ ആമേൻ ദൈവപ്രവർത്തികൾ ആ സമയത്ത് നടക്കാൻ പറ്റും. ദൈവിക ടൈമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റൽ ടൈമാണ്. എപ്പോഴും ചലിക്കുകയില്ല. ഏത് സമയത്തും നമ്മൾക്ക് ദൈവിക സമയത്ത് കാണാൻ പറ്റുകയില്ല. എന്നാൽ ദൈവം ചലിക്കുന്ന സമയത്ത്, ദൈവം ചലിക്കുന്ന സ്ഥലത്ത് ഒരു വ്യക്തി കയറി നിന്നാൽ അവന്റെ സ്ഥിതി ദൈവം മാറ്റും. ഒരു ഉദാഹരണം പറയാം. മോശയെ പറ്റി ദൈവത്തിന്റെ വചനം പറയുന്നത്, അവൻ 40 വർഷത്തിന്റെ അവസാനം അവൻ മരുഭൂമിയിൽ ഈ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന ഒരു ടൈമുണ്ട്. എനിക്കറിയാം, ഇന്നത്തെ ലൈവ് ശുശ്രൂഷയിൽ അനേക വ്യക്തികൾ ഈ വാണ്ടറിങ്, ഈ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. ലക്ഷ്യമറിയാതെ, എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാതെ. ആമേൻ. ദൈവിക വാഗ്ദത്തങ്ങളുണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ട് നിന്നെ ദൈവം ഉപയോഗിക്കുമെന്ന്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞിട്ടുണ്ട് നീ ഒരു പർപ്പസിന് വേണ്ടി കണ്ടവളാണ്. എന്നിട്ടും ജീവിതത്തിന്റെ മേൽ ഒരു ദൈവികമാകുന്ന വിടുതൽ കാണാതെ, പർപ്പസ് കാണാതെ, ആമേൻ, ഡെസ്റ്റിനി എന്തെന്ന് മനസ്സിലാക്കാതെ പല വ്യക്തികൾ അവിടെയും ഇവിടെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അവരോട് ഈ വേർഡിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ഇത് നിന്റെ സീസണാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും. ആമേൻ. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവിക ടൈമുകൾ തിരിച്ചറിയാം. ഒരു വാക്യം വായിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം അതിന്റെ 8-ാം അധ്യായം 7-ാം വാക്യം വായിക്കുന്നത്, ആകാശത്തിലെ പെരുഞ്ഞാറ അതിന്റെ കാലം അറിയുന്നു. ആമേൻ. കുരുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരുവാനുള്ള സമയം അനുസരിക്കുന്നു. അടുത്തത് കുറച്ച് വേദന ഉണ്ടാക്കുന്ന പദമാണ്. എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ആമേൻ. ഈ വചനത്തിന്റെ ആകത്തുക ഞാൻ പറയാം, എസൻസ് ഞാൻ പറയാം. ദൈവം ഉണ്ടാക്കിയ ഈ പക്ഷികളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ടൈം, അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്യുവാൻ, എവിടെ എപ്പോഴുണ്ടാകണമെന്ന് അവർക്കറിയാം. പക്ഷെ എന്റെ ജനത്തോടനുബന്ധിച്ച്, ഇസ്രായേൽ ജനത്തോടനുബന്ധിച്ചാണ് പറയുന്നത്, അവർക്ക് ദൈവിക ടൈമിനെ പറ്റി ഒരറിവുമില്ല. ദൈവം കൽപ്പിച്ചാക്കിയ സീസണുകളെ പറ്റി ഒരറിവുമില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ദൈവാത്മ പ്രേരിതമായിയാണ് ഈ വേർഡിനെ ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. ദൈവം കൽപ്പിച്ചാക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളെയും സമയങ്ങളെയും സീസണുകളെയും നിങ്ങളും ഞാനും തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളൂ. ആമേൻ. നിങ്ങളും ഞാനും തിരിച്ചറിയണം. ഇല്ലെങ്കിൽ ഈ ദൈവിക ടൈമിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. പ്രത്യേകിച്ച് കൈറോസ് ടൈമിന്റെ പ്രത്യേകത, ഒരു വ്യക്തിയോടനുബന്ധിച്ച് ദൈവിക ടൈം മിസ്സായി പോയി കഴിഞ്ഞാൽ, ആമേൻ, പിന്നെ ആ വ്യക്തി വർഷങ്ങളോളം അടുത്ത ഒരു ദൈവിക ടൈമിലേക്ക് പ്രവേശിക്കുവാൻ കാത്തിരിക്കേണ്ടി വരും. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഒരു വ്യക്തി അവന്റെ ജീവിതത്തിന്മേൽ ദൈവിക സീസൺ നഷ്ടപ്പെട്ടു പോയാൽ, ആമേൻ, ദൈവിക കൈറോസ് ടൈം അവന്റെ മുമ്പിൽ നിന്നും മിസ് ഔട്ടായി പോയാൽ, പിന്നെ അടുത്ത ഒരു ദൈവിക ടൈം, മൂവ്മെന്റൽ ടൈം
അവന്റെ മുൻപിൽ വെളിപ്പെടുവാൻ വർഷങ്ങളോളം ഒരുപക്ഷെ ആ വ്യക്തി കാത്തിരിക്കേണ്ടി വരും. ഇന്ന് നിങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? ആമേൻ പറഞ്ഞുകൊണ്ട് ആ വേർഡ് നിങ്ങൾ സ്വീകരിച്ചോ? വലിയ ദൈവപ്രവൃത്തി ഈ സീസന്റെ മേൽ നിങ്ങൾ കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഈ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്കറിയാമോ, ഈ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് അവരുടെ 2ാമത്തെ വർഷം അവർ കാദേശിൽ എത്തിച്ചേരുവാനിടയായി. ആ കാദേശിൽ അവർ എത്തിച്ചേർന്ന ടൈമിന് ഞാൻ പറയും, അത് ദൈവത്തിന്റെ കൈറോസ് ടൈം ആയിരുന്നു, ദൈവത്തിന്റെ പെർഫെക്റ്റ് ടൈം ആയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ്, 12 പേരെ മോശ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചു. 12 പേരെ. അതിൽ 10 പേര് ദേശത്തെ നോക്കി ആ ദേശത്തെ ദൈവത്തിന്റെ കണ്ണിലൂടെ കാണാതെ അവരുടെ മാനുഷികമാകുന്ന ചിന്തയിലൂടെ കണ്ടുകൊണ്ട് അതിന്റെ റിപ്പോർട്ട് നൽകി കൊടുത്തു. അവർ പറഞ്ഞത് മൊത്തം റിയാലിറ്റി ആയിരുന്നു. അവർ പറഞ്ഞത് മൊത്തം ദേശം അനാക്യ മല്ലന്മാരുള്ള ദേശമാണ്. ഇന്ന് ഈ ലൈവ് ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഈ ലൈവ് ശുശ്രൂഷയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കണ്ണിലൂടെ കാര്യങ്ങൾ കാണരുത്. ആ വിഷയമുണ്ടല്ലോ, ആ രോഗമുണ്ടല്ലോ, ആ പ്രയാസമുണ്ടല്ലോ, ആ ഞെരുക്കമുണ്ടല്ലോ, ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ, നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങൾ കാണരുത്. ദൈവത്തിന്റെ കണ്ണിലൂടെ നിങ്ങൾ കാര്യങ്ങൾ കാണുവാൻ പഠിക്കണം. 10 പേര് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ അനാക്യമല്ലന്മാരാണ്. ആ ദേശം നമ്മൾക്ക് കൈവശമാക്കാൻ പറ്റുകയില്ല. എന്നാൽ അതിന് വിപരീതമായി 2 വ്യക്തികൾ പറഞ്ഞു, ഇല്ല, ആ ദേശം നമുക്ക് കൈവശമാക്കാൻ പറ്റും. ആ ദേശം ദൈവം നമ്മൾക്ക് നമ്മുടെ കയ്യിൽ തരും. ഇതാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഞാൻ ഇനി ഒരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ എന്തു വന്നാലും അതിന്റെ നടുവിൽ നിങ്ങൾക്ക് ദൈവത്തെ നോക്കാൻ പറ്റുമെങ്കിൽ, ആ വിഷയത്തിന്റെ നടുവിൽ നിങ്ങൾക്ക് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ പറ്റുമെങ്കിൽ, ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ആ വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ കണ്ണിലൂടെ നിനക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ, അവിടെ നിനക്ക് ദൈവത്തിന്റെ ടൈമും ദൈവത്തിന്റെ പ്രവൃത്തിയും ഒരുപോലെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിനക്ക് കാണാൻ പറ്റും. 10 പേരുടെ ചരിത്രം ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ 10 പേരുടെ എന്താ പറയാ പേരുകൾ നമ്മൾക്ക് ബൈബിൾ കാണാം. ഇത് കഴിഞ്ഞിട്ട് ഈ 10 പേരുടെ ചരിത്രമോ പേരോ അവരുടെ കുടുംബത്തെ പറ്റിയോ ദൈവവചനത്തിൽ കാണാൻ പറ്റുന്നില്ല. എന്നാൽ 2 വ്യക്തികൾ, ദൈവഹിതപ്രകാരം ചലിച്ച 2 വ്യക്തികളുടെ ചരിത്രം, അവരുടെ കുടുംബത്തെ പറ്റി, അവരുടെ മക്കളെ പറ്റി ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു കുഴപ്പം പറ്റി. 10 പേർ അവിശ്വാസത്താൽ ചലിച്ചു. 10 പേർ അവിശ്വാസത്തിൽ നിലകൊണ്ടു. അവരോട് കൂടെ ഒരു കൂട്ടം ജനം നിൽക്കുവാനിടയായി. അത് ഭയങ്കര അപകടകരമായ കാര്യമാണ്. ആമേൻ. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ കൈറോസ് ടൈം നിന്നിൽ വെളിപ്പെടാതിരിക്കുന്നതിന് ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെയും എന്റെയും ആ വിശ്വാസമാണ്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ കണ്ണിൽ നിങ്ങളും ഞാനും കാര്യങ്ങൾ കാണുന്നില്ലെങ്കിൽ ദൈവിക ടൈം നിങ്ങളുടെയും എന്റെയും മുൻപിൽ വെളിപ്പെടുകയില്ല. ഞാൻ പറഞ്ഞുവല്ലോ, ഈ പിന്നീട് ഇസ്രായേൽ ജനം, നിങ്ങൾക്കറിയാമോ,
എനിക്ക് അതിനെ സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് വീണ്ടും നമ്മൾക്ക് ഇവർ വീണ്ടും ഈ കാദേശിൽ തന്നെ വന്നു. ഈ സമയത്ത് നീണ്ട 38 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, ദൈവത്തിന്റെ കൈറോസ് ടൈം, ദൈവത്തിന്റെ പെർഫെക്റ്റ് ആയിരിക്കുന്ന ടൈം അവരുടെ മുമ്പിൽ നിന്ന് മിസ് ഔട്ട് ആയപ്പോ നീണ്ട 38 വർഷം അടുത്ത ദൈവിക ടൈമിന് വേണ്ടി അവർ കാത്തിരിക്കേണ്ടി വന്നു. ഓ, ചിന്തിക്കാൻ പോലും വയ്യ. ഇന്ന് എനിക്കറിയാം പല വിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാർ എന്നെ കാണുന്നത്. ഹല്ലേലൂയ. നിങ്ങളോടുള്ള ദൈവിക ദൂത്, ദൈവിക സമയം നിങ്ങളും ഞാനും മിസ് ഔട്ട് ചെയ്യരുത്. എനിക്ക് തോന്നണേ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. ആമേൻ. കാരണം ഏത് ടൈമിലും നിങ്ങളും ഞാനും പ്രിപ്പയർ ആയിരിക്കും. ഒരു ഉദാഹരണം പറയാം. യേശു തന്റെ പരശുശ്രൂഷ കാലയളവ് തുടങ്ങുന്ന ടൈം, നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ നമ്മുടെ കർത്താവ് കനാവിലെ കല്യാണത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിന്റെ അമ്മ യേശുവിനോട് വന്ന് പറയുകയാണ്, അവിടെ വീഞ്ഞില്ല. യേശു ചോദിക്കുന്ന, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ സമയം ഇതുവരെ ആയില്ല, എന്റെ കൈറോസ് ടൈം ഇതുവരെ ആയില്ല. ഈ സമയത്ത് മറിയ റെഡിയായിരുന്നു. മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗം വായിക്കുമ്പോൾ നമ്മൾക്കൊരു പരിഭവമൊക്കെ തോന്നും. എന്തുകൊണ്ട് ആ സമയത്ത് ദൈവത്തിന് പ്രവർത്തിച്ചുകൂടെ? എന്റെ സമയമായില്ല. പക്ഷെ അത് കണ്ടുകൊണ്ട് മറിയ നിരാശപ്പെട്ടു പോകുകയല്ല ചെയ്തത്. തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ റെഡി ആയിരിക്കും. യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ റെഡി ആയിരിക്കും. ആ സമയത്തു കയറി നിങ്ങൾ പ്രവർത്തിച്ചോളാം. മറിയക്കറിയാം സീസൺ എന്താണ്, മറിയക്കറിയാം കൈറോസ് ടൈം എന്താണെന്ന്. അവൻ പറയുന്ന സ്ഥലത്ത് സമയത്താറ്റ് ചെയ്താൽ അത്ഭുതങ്ങൾ നടന്നിരിക്കും. ഇന്ന് ചിലരോടുള്ള പ്രവചന ശബ്ദം, ദൈവിക സമയം നിന്റെ മുൻപിൽ നിന്ന് മിസ്സായി പോകുവാൻ നീ സമ്മതിച്ചു കൊടുത്തുകൂടാ. ആമേൻ. ചിലരോടുള്ള പ്രവചന ശബ്ദമാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, നിങ്ങൾ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ അവർ വെള്ളം നിറച്ചു. ചോദ്യം, ഈ വെള്ളം നിറച്ചതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇനി ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ദൈവത്തിന്റെ ടൈമിൽ നീ ആക്ട് ചെയ്താൽ നിന്റെ മുൻപിൽ വെളിപ്പെടുന്നതെല്ലാം ക്രിയേറ്റീവ് ആകുന്ന മിറാക്കിളായിരിക്കും. ഇത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ്. ആരൊക്കെയോ ക്രിയേറ്റീവ് ആകുന്ന ഒരു മിറാക്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരോട് ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ അത് സംഭവിക്കുകയാണ്. ഒരു പക്ഷേ നിന്റെ മുമ്പിൽ അവയവങ്ങളില്ലായിരിക്കും. ഒരു പക്ഷെ നിന്റെ മുമ്പിൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും റിപ്പോർട്ടുകളും കേൾക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. നിങ്ങളോടുള്ള പ്രവചന ശബ്ദം ദൈവിക ടൈമിൽ നിനക്ക് ആറ്റ് ചെയ്യാൻ പറ്റിയ ആ പെർഫെക്റ്റ് ആകുന്ന ദൈവിക ടൈമിന് വേണ്ടി നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയ സൂപ്പർ നാച്ചുറൽ ആകുന്ന കാര്യങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബ ജീവിതത്തിന്മേലും ഇന്ന് ചെയ്യും. ഞാൻ നാളെ ചെയ്യുമെന്നല്ല പറയുന്നത്, ഇന്ന് ചെയ്യും. അങ്ങനെ ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഇന്ന് എന്നോടുകൂടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. മറിയ പറഞ്ഞ ടൈമിൽ ശിഷ്യന്മാർ ആക്ട് ചെയ്തു. നിങ്ങൾക്കറിയാമോ, ഒരു വീഞ്ഞുണ്ടാക്കുക എന്ന് പറയുന്നത് അത് മാസങ്ങളുടെ പ്രോസസ്സാണ്, അത് വർഷങ്ങളുടെ പ്രോസസ്സാണ്. എന്നാൽ ദൈവിക ടൈമിൽ ഒരു വ്യക്തി
ശക്തി കയറി ആറ്റു ചെയ്ത കാരണത്താൽ വർഷങ്ങളുടെ പ്രോസസ് എന്റെ ദൈവം കട്ട് ചെയ്തു. ആമേൻ. ഒറ്റ നിമിഷം, വിതിൻ എ മൂമെന്റ് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? പച്ചവെള്ളം, ഹല്ലേലൂയ, നിറമില്ലാത്ത, ഗുണമില്ലാത്ത ആ വെള്ളം വീഞ്ഞായി തീരുവാനിടയായി. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇന്ന് ഈ ലൈവ് മീറ്റിംഗിൽ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ യേശു ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില വ്യക്തികൾക്ക് വേണ്ടി ക്രിയേറ്റീവ് ആകുന്ന ഒരു ദൈവ പ്രവൃത്തി ചെയ്യട്ടെ. ആശ്ചര്യമായി ചിലർ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുക. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇന്നത്തെ എൻ്റെ ലൈവ് ശുശ്രൂഷകൾ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെങ്കിൽ ദയവ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അസാധാരണമാകുന്ന ഒരു സീസൺ ദൈവം ചിലർക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജോലിയോടനുബന്ധിച്ച് ഭാരപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ എന്നെ കേൾക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെയായി ഒരു വഴി പോലും ഓപ്പൺ ചെയ്യാതെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യയിൽ നിന്ന് ആ ദേശത്തേക്ക്, ആ രാജ്യത്തിലേക്ക് നിങ്ങൾ വന്നത്. എന്നിട്ടും ഒന്നും നടക്കുന്നില്ല. ആമേൻ. ഉറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ കൂടി ചിലർ കടന്നു പോകുന്നുണ്ട്. അവർക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതം സംഭവിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സംഭവിക്കുകയാണ്. നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ എന്നെ യേശുവിനെ നിങ്ങളെ സൗഖ്യമാക്കാൻ പറ്റും. ദൈവത്തിന്റെ വചനം പറയുന്നവന്റെ അടിപ്പിണരുകൾ നിങ്ങൾക്ക് സൗഖ്യം വന്നു എന്നുള്ളതാണ്. ആ സൗഖ്യത്തെ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാപിക്കുക. അത്ഭുത സൗഖ്യങ്ങൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ദൈവ പ്രവൃത്തിക്കായി ദൈവത്തിന്റെ കൈറോസ് ടൈം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി ഈ സീസണിൽ നിങ്ങൾ കാത്തിരിക്കുക. കർത്താവേ, ഇന്ന് ഇപ്രകാരം ഒരു ലൈവ് ശുശ്രൂഷ ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ ജനത്തെ യേശുവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഇവരൊരു അനുഗ്രഹമാകും. മാറ്റങ്ങളുടെ സീസൺ ഇവരുടെ മുമ്പിൽ ദൈവം തുറക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നാളെ വേറൊരു മീറ്റിംഗുമായി കാണാം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആത്മീയ കൂടിവരവുകൾ നടക്കുന്നത് പാലക്കാട് വെച്ചാണ്. പാലക്കാട് പാലക്കാട് ജോബീസ് മോളിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ജോബീസ് മോളിൽ വെച്ച് എൻ്റെ 4ാം നിലയിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. സിൽവർ ഹോള് എന്നറിയപ്പെടുന്ന ഹോളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. രാവിലെ 10:30 തൊട്ട് 1:30 വരെയുള്ള സമയമാണ്. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം അവിടെ ഉണ്ടായിരിക്കും. അവിടുത്തെ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. God bless you all. God bless you all.